ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സഹപ്രവർത്തകരെ, നാട്ടുകാരെ, വിശുദ്ധ റമദാനിൻ്റെ ദിനരാത്രങ്ങളിൽ അതിൻ്റെ അവസാന സമയത്തുകൂടി നാം കടന്നു പോകുമ്പോൾ വരാനിരിക്കുന്ന ദിനരാത്രങ്ങൾ സജീവമായി താല്പര്യത്തോടെ ഊർജത്തോടുകൂടി വിശുദ്ധ റമദാനിലെ ഇബാദത്തുകളിൽ മുന്നേറാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മദീനയിലെ തെരുവോരങ്ങളിൽ നന്നേ ഉയരം കുറഞ്ഞ ആളുകളെല്ലാം വിരൂപനെന്ന് വിളിച്ച് കളിയാക്കുകയും അപകർഷതാബോധത്താൽ തന്നിലേക്ക് സ്വയം ചുരുങ്ങി സമൂഹത്തിൽ ഒന്നിനും മുന്നോട്ട് വരാത്ത ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ജുലൈബീബ് എന്നാണ്. ആ ജുലൈബീബ് പിന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് ഇസ്ലാം സ്വീകരിക്കുന്ന രംഗമുണ്ട്. ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടും തൻ്റെ ഉള്ളിലുള്ള ആ ഒരു അപകർഷതാബോധത്തിന് ഒട്ടും കുറവില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജുലൈബീബിനൊരു വിവാഹം കഴിപ്പിച്ചു കൊടുക്കാം എന്ന് തീരുമാനിക്കുന്നുണ്ട്. ജുലൈബീബിനെ വിളിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു വിവാഹത്തിൻ്റെ വിഷയം പറയുമ്പോൾ, പ്രവാചകരെ, സമ്പത്ത് ഒട്ടുമില്ലാത്ത, ആരും പരിഗണിക്കാനില്ലാത്ത, വളരെ ഉയരം കുറഞ്ഞ വൈരൂപ്യനായ എന്നെ ആര് വിവാഹം കഴിക്കാനാണ് പ്രവാചകരെ എന്ന് ചോദിക്കുമ്പോൾ, ജുലൈബീബ് റളിയല്ലാഹു അൻഹുവിന് വേണ്ടി വിവാഹാന്വേഷണത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നേരിട്ട് കടന്നു വരികയും ഒരു അൻസാരിയായ ഒരു സ്വഹാബിയുടെ അടുക്കൽ വന്നിട്ട് താങ്കളുടെ വിധവയായ മകളെ ജുലൈബീബിന് വിവാഹം ചെയ്തു കൊടുക്കണം എന്ന് ആ ഒരു അന്വേഷണം നടത്തുന്ന സാഹചര്യമുണ്ട്. പക്ഷെ ആ പെൺകുട്ടിയുടെ ഉമ്മക്ക് ചെറിയ ചില നീരസങ്ങളും പ്രയാസങ്ങളും ഉണ്ടായി. പക്ഷേ ആ വീട്ടിനകത്ത് നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഒരു അന്വേഷണത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ ആ മഹദി ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗ്രഹമാണെങ്കിൽ, തീരുമാനമാണെങ്കിൽ ഞാൻ അതിനെല്ലാ നിലക്കും സമ്മതമാണ് എന്ന് പറഞ്ഞ് വൈരൂപ്യനായ ഉയരം കുറഞ്ഞ ആ ജുലൈബീബ് റളിയല്ലാഹു അൻഹുവിനെ വിവാഹം കഴിക്കാൻ സന്നദ്ധയാകുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നുണ്ട്. അല്ലാഹുമ്മ സുബ്ബ അലൈഹൽ ഖൈറ സബ്ബ വലാ തജ്അൽ ഐശഹ ഖദ്ദൻ ഖദ്ദ എന്ന് പറഞ്ഞ് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നുണ്ട്. അല്ലാഹുവേ, നിർലോഭം നന്മ ഇവർക്ക് ചൊരിയണമേ, ഇവരുടെ ജീവിതം നീ ദുരിതപൂർണമാക്കരുതേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ വിവാഹം കഴിഞ്ഞ് അല്പ ദിവസങ്ങൾക്ക് ശേഷമാണ് ഉഹുദ് യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കമുണ്ടാകുന്നത്. ജുലൈബീബ് റളിയല്ലാഹു അൻഹു അതിലുണ്ട്. അങ്ങനെ ഉഹുദ് യുദ്ധം കഴിഞ്ഞു. ആ ഉഹുദ് യുദ്ധത്തിൻ്റെ രണഭൂമിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തനിക്ക് വേണ്ടപ്പെട്ട പലരെയും നഷ്ടപ്പെട്ടതിനിടയിൽ ആരൊക്കെയാണ് ഇനി ബാക്കിയുള്ളത്, നമുക്ക് ആരൊക്കെയാണ് നഷ്ടപ്പെട്ടത് എന്ന് സ്വഹാബാക്കളോട് ചോദിക്കുന്നുണ്ട്. അവർ ഓരോരുത്തരുടെ പേരെടുത്ത് പറയുന്നുണ്ട്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്വേഷിക്കുന്നത് ജുലൈബീബിനെയാണ്. അങ്ങനെ ചെന്ന് അന്വേഷിക്കുമ്പോൾ 7 ശത്രുക്കളുടെ സമീപത്ത് ജുലൈബീബ് റളിയല്ലാഹു അൻഹു ഷഹീദായി വീണ് കിടക്കുന്ന രംഗമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണുന്നത്. ആ ജുലൈബീബ് റളിയല്ലാഹു അൻഹുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട്, അദ്ദേഹത്തിൻ്റെ ഷഹീദായ മയ്യത്തിനെ ചേർത്ത് വെച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ചില വാക്കുകളുണ്ട്. ഹാദാ മിന്നി വ അന മിൻഹു, ഹാദാ മിന്നി വ അന മിൻഹു. ആവർത്തിച്ചു പറയുന്നുണ്ട്, ഇവൻ എന്നിൽപ്പെട്ടവനാണ്, ഞാൻ ഇവനിൽപ്പെട്ടവനുമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുക എന്ന് മാത്രമല്ല, ജുലൈബീബ് റളിയല്ലാഹു അൻഹുവിനെ തൻ്റെ കൈത്തണ്ടയിൽ പിടിച്ചുകൊണ്ട് ആ ഖബറിലേക്ക് വെക്കുന്നത് വരെ ചേർത്തു നിർത്തുന്ന രംഗം നമുക്ക് കാണാൻ കഴിയും. ചരിത്രത്തിൽ പിന്നീട് ജുലൈബീബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ മദീനയിലെ തന്നെ ഏറ്റവും ഉദാരവതിയായ, എല്ലാ നിലക്കും ആളുകൾക്ക് ഉപകാരപ്പെട്ടിരുന്ന ധർമ്മിഷ്ഠയായ ഒരു മഹദിയായി മാറി എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹത്തിൽ എല്ലാവരാലും ഒറ്റപ്പെട്ടിരുന്ന, ആളുകൾ പരിഹസിച്ചിരുന്ന, സ്വന്തം നിലക്കു തന്നെ അപകർഷതാബോധത്തിൻ്റെ പടുകുഴിയിൽ വീണിരുന്ന ജുലൈബീബ് റളിയല്ലാഹു അൻഹുവിനെ ചേർത്ത് നിർത്തിയ ചരിത്രമാണ് സൂചിപ്പിച്ചു വന്നത്. ഇത് ഒരു ജുലൈബീബിൻ്റെ കഥ മാത്രമായിരുന്നില്ല റളിയല്ലാഹു അൻഹു. ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ, ഇസ്ലാമിൻ്റെ തുടക്ക കാലഘട്ടം പരിശോധിക്കുമ്പോൾ ചുട്ടുപഴുത്ത മണലിലൂടെ
വലിച്ചിഴച്ച ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രമുണ്ട്. ഖബ്ബാബ് ഇബ്നു അറത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രമുണ്ട്. തൻ്റെ മുതുകിൽ ചുട്ടുപഴുപ്പിച്ച ഇരുമ്പ് ദണ്ട് കൊണ്ട് പഴുപ്പിച്ച് തൻ്റെ മുതുകത്ത് വെച്ച് സ്വയം മാംസം കരിഞ്ഞു പോകുന്ന ഗന്ധം മൂക്കിലേക്ക് അടിച്ചു കയറിയ കഥ പറയുന്ന ഖബ്ബാബ് ഇബ്നു അറത്ത് റളിയല്ലാഹു അൻഹുവും അതേപോലെ തന്നെ ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹുവും യാസിർ റളിയല്ലാഹു അൻഹുവും അതേപോലെ സുമയ്യ റളിയല്ലാഹു അൻഹയും അടക്കമുള്ള ആളുകളാണ് ഇസ്ലാമിലേക്ക് ആദ്യം കടന്നു വരുന്ന ആളുകളിലുള്ളത്. എന്ന് പറഞ്ഞാൽ മക്കയിലെ സമ്പന്നരായിരുന്ന അധികാരത്തിൻ്റെ എല്ലാ നിലക്കും അധികാര പരിധികൾ ഉണ്ടായിരുന്ന ആളുകളെ കൊണ്ടല്ല യഥാർത്ഥത്തിൽ ഇസ്ലാം വളർന്നു പന്തലിക്കുന്നത്. ദുർബലരായ സമൂഹത്തിൽ പ്രയാസം അനുഭവിച്ചിരുന്ന ആളുകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചേർത്ത് പിടിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇന്നിൻ്റെ കാലഘട്ടത്തിലേക്ക്, ആധുനിക കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ മനുഷ്യന്റെ ബന്ധങ്ങളുടെ ക്രമം മാറിക്കൊണ്ടിരിക്കുന്നു. സമ്പന്നനെ മാത്രം സുഹൃത്തുക്കളായി മാറ്റുന്ന, അല്ലെങ്കിൽ തൻ്റെതായ കുടുംബമഹിമയുള്ള ആളുകളോട് മാത്രം ആ രൂപത്തിൽ സൗഹൃദം ചേർക്കുന്ന തരത്തിലേക്ക് ആളുകൾ മാറുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, ചരിത്രത്തിലുടനീളം ദുർബലരെ ആരൊക്കെ അടിച്ചമർത്താൻ ശ്രമിച്ചിട്ടുണ്ടോ അവരുടെയൊക്കെ പതനം നമുക്ക് കാണാൻ കഴിയും. ഫിർഔൻ ബനു ഇസ്രായേലിനെ വല്ലാതെ പ്രയാസപ്പെടുത്തിയിട്ടുണ്ട്. അവരിൽ ജനിച്ചു വീണ ആൺകുട്ടികളെ കൊലപ്പെടുത്തിയിട്ടുണ്ട്. ഫിർഔനിന്റെ പതനം എങ്ങനെയായിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മദിയനുകാര് ആ നാട്ടിലെ ദുർബലരായ ആളുകളെ എല്ലാ നിലക്കും കച്ചവട രംഗത്ത് എല്ലാ തട്ടിപ്പുകളും കൊണ്ടുവന്ന് അവരെ ചൂഷണം ചെയ്ത മദിയനുകാരുടെ അവസ്ഥ എന്തായിരുന്നു എന്നും വിശുദ്ധ ഖുർആൻ സംസാരിക്കുന്നുണ്ട്. ആദ് സമൂഹമായാലും സമൂദ് ഗോത്രമായാലും അവിടെ ദുർബലരായ ആളുകളെ പ്രയാസപ്പെടുത്തിയവർക്ക് എന്ത് സംഭവിച്ചു എന്ന് വിശുദ്ധ ഖുർആൻ സംസാരിക്കുന്നുണ്ട്. ആധുനിക കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ നാം മനസ്സിലാക്കേണ്ടുന്ന ചില ചരിത്രങ്ങളുണ്ട്. ഇവിടെ ആഫ്രിക്കൻ നാടുകളിൽ അവിടെ അടിമത്തം നിലവിലുണ്ടായിരുന്ന കാലഘട്ടത്ത് 18ാം നൂറ്റാണ്ടിലൊക്കെ ആഫ്രിക്കയിലെ കുടിലുകളിലേക്ക് കടന്നു ചെന്ന് അവിടെയുള്ള ആളുകളെ ബലാത്കാരമായി പിടിച്ച് കൈകളിലും കാലുകളിലും ചെങ്ങല ബന്ധിച്ച് കപ്പലുകളിൽ കയറ്റി അമേരിക്കയിലേക്കും യൂറോപ്യൻ നാടുകളിലേക്കും കൊണ്ടുപോകുന്ന കാഴ്ച അത് 18ാം നൂറ്റാണ്ടിലും 19ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലും നമുക്ക് കാണാൻ കഴിയും. എത്രത്തോളം എന്ന് വെച്ചാൽ അമേരിക്കയിൽ ഈ അടിമത്തം നിരോധിക്കുന്നത് 1865കളിലാണ്. അമേരിക്കയിൽ അടിമത്തം നിരോധിക്കുന്ന 1865കളിൽ എന്ന് പറയുമ്പോൾ AD 600കളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാൽ ഇബ്നു റബാഹയെ ചേർത്ത് നിർത്തുകയാണ്. എന്നിട്ട് പറയാണ് ബിലാൽ ഇബ്നു റബാഹ പിന്നീട്, എൻ്റെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ച ആദ്യത്തെ മനുഷ്യൻ എൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണെന്ന് പറയുന്ന ഇതേ ആഫ്രിക്കക്കാരനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ AD 600കളിൽ ചേർത്ത് നിർത്താൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ഇസ്ലാമിനും സാധിച്ചിട്ടുണ്ട്. ആഫ്രിക്കയിലെ ആളുകളെ ചെങ്ങലകളിൽ ബന്ധിച്ച് കപ്പലുകളിൽ കൊണ്ടുപോയി അതിൽ പലരും മരണപ്പെട്ട് അതിൽ ബാക്കിയുള്ള ആളുകളെ മൃഗങ്ങളെപ്പോലെ പണിയെടുപ്പിക്കുമ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് നോക്കി, ബിലാലെ, എൻ്റെ മുന്നിൽ സ്വർഗത്തിലെ നിന്റെ കാലൊച്ച ഞാൻ കേൾക്കുന്നുവെന്ന് പറയുന്നത്. കഅബക്ക് മുകളിലേക്ക് കയറാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കൈ പിടിച്ചു കൊടുക്കുന്നത്, അതിൽ നിന്ന് തെന്നി വീഴുമ്പോൾ മുതുകത്ത് ചവിട്ടി കയറിക്കോ ബിലാലെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുമ്പോൾ ഇസ്ലാം എങ്ങനെയാണ് ദുർബലരായ സമൂഹം ദുർബലരായി കണ്ടിരുന്ന ആളുകളെ ചേർത്ത് നിർത്തിയത് എന്ന് നമുക്ക് ചരിത്രത്തിൽ നിന്ന് വായിക്കാൻ കഴിയും. ഇത് വെറും ചരിത്രത്തിന്റെ മാത്രമല്ല, കൃത്യമായി ഇസ്ലാം അതിന് ഒരു വ്യവസ്ഥിതി കൊണ്ടുവന്നിട്ടുണ്ട്. ഇസ്ലാമിലെ സക്കാത്തിനെ കുറിച്ച് വിശദമായി പറയാതെ നമുക്കറിയാം, അവരുടെ സമ്പത്തിൽ നിശ്ചിത അളവും നിശ്ചിത പരിധിയും എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ 2.5% ആ നാട്ടിലെ പാവപ്പെട്ടവന്റെ അവകാശമാണ്. സക്കാത്തിന്റെ അവകാശികളെ കുറിച്ച് പറയുമ്പോൾ അതിൽ മിസ്കീനിനെ കാണാൻ കഴിയും, അതിൽ ഫക്കീറുണ്ട്, അതിൽ കടബാധിതരായ ആളുകളുണ്ട്, അതിൽ ഇസ്ലാമിലേക്ക് താല്പര്യപ്പെട്ട് എന്നാൽ ചില പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്, വഴിയാത്രക്കാരായി ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്. സമൂഹത്തിലെ ദുർബലരായ ആളുകളെ എങ്ങനെ ചേർത്ത് നിർത്തണമെന്ന് ഇസ്ലാം കൃത്യമായി അവിടെ ഒരു വ്യവസ്ഥയുണ്ടാക്കുകയാണ്. സ്വതക്കയുടെ വിഷയത്തിൽ നമുക്ക് കാണാൻ കഴിയും, പാവപ്പെട്ടവന് ആഹാരം നൽകുന്നതിൽ ശ്രദ്ധിക്കാത്ത, പ്രോത്സാഹനം നൽകാത്തവൻ ദീനിനെ കളവാക്കിയവനാണ് എന്ന ഇസ്ലാമിലെ വിശുദ്ധ ഖുർആനിന്റെ വചനം എത്ര മഹത്തരമാണ് പ്രിയപ്പെട്ടവരെ. ഒരാളുടെ ചരക്ക് കയറ്റി കൊണ്ടുപോകാൻ സഹായിച്ചാൽ, അവനെ തൻ്റെ വാഹനത്തിൽ കയറാൻ സഹായിച്ചാൽ അത് വലിയ സ്വതക്കയാണെന്ന്
ഇസ്ലാം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. മാത്രമല്ല സുഹീഹുൽ ബുഖാരിയിലെ 5353 രേഖപ്പെടുത്തിയ ഒരു ഹദീസ് അതിങ്ങനെയാണ്: അസ്സാഇ അലൽ അർമലതി വൽ മിസ്കീൻ കൽ മുജാഹിദി ഫീ സബീലില്ലാഹ്. വിധവകൾക്കും അഗതികൾക്കും വേണ്ടി അധ്വാനിക്കുന്നവൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവനെ പോലെയാണ്. അഗതികളെ പരിഗണിക്കുന്നു ഇസ്ലാം, വിധവകളെ പരിഗണിക്കുന്നു ഇസ്ലാം. ഭിന്നശേഷിക്കാരോടുള്ള സമീപനത്തിൽ എത്ര മഹത്തരമായിട്ടാണ്. സൂറത്തുൽ അബസയിൽ നമുക്കറിയാം, അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു ഇങ്ങനെ കടന്നു വരുമ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖത്ത് ചെറിയൊരു നീരസമുണ്ടായി. വിശുദ്ധ ഖുർആൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശാസിക്കുന്നുണ്ട്. പിന്നീട് അബ്ദുല്ലാഹ് ഇബ്നു മക്തൂം റളിയല്ലാഹു അൻഹുവിനെ കാണുമ്പോഴെല്ലാം തൻ്റെ വിരിപ്പ് വിരിച്ചു കൊടുത്തുകൊണ്ട് ഇവിടെ ഇരിക്കൂ അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മ മക്തൂം എന്ന് പറയുന്ന തരത്തിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹം വിളമ്പിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഒരു തൊഴിലാളി പണിയെടുത്താൽ വിയർപ്പ് വറ്റുന്നതിനു മുമ്പ് കൂലി കൊടുക്കണമെന്ന ഇസ്ലാമിൻ്റെ സന്ദേശം നമുക്കറിയാം. കടബാധിതന് കടം വാങ്ങിയ ആൾക്ക് ഇളവ് കൊടുക്കണമെന്ന ഇസ്ലാമിൻ്റെ സന്ദേശം നമുക്കറിയാം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും ദുർബലരെ ചേർത്ത് നിർത്തുന്ന മതമായിക്കൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ ഇസ്ലാമിൻ്റെ ആശയാദർശങ്ങൾ അങ്ങനെയാണ്. ഇതാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് നിർത്തേണ്ടത്. ഈ സംസാരം കേൾക്കുന്നവരിൽ പകുതിയോളം ആളുകൾ വിദ്യാർത്ഥികളാണ്, ഹോസ്റ്റലിൽ നിൽക്കുന്നവരാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നാം മനസ്സിലാക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ കൂടെ കിടക്കുന്നവൻ, നമ്മുടെ കൂടെ ഇരിക്കുന്നവൻ, നമ്മുടെ കൂടെ പഠിക്കുന്നവൻ, അവൻ്റെ അവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. അവനെ ചേർത്ത് നിർത്തേണ്ടിടത്ത് അവനെ ചേർത്ത് നിർത്താൻ കഴിയണം. ഏതൊക്കെ സഹായങ്ങളാണോ നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്തു കൊടുക്കാൻ കഴിയുക അത് ചെയ്തു കൊടുക്കുക എന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഒരു ഉത്തരവാദിത്തമായിട്ട് കാണണം. ഒരു ക്യാമ്പസിൽ നമ്മൾ ജീവിക്കുമ്പോൾ അവിടെ വ്യത്യസ്ത തരത്തിലുള്ള ജോലിക്കാരുണ്ടാവും, വ്യത്യസ്ത തലത്തിലുള്ള ജോലിക്കാരുണ്ടാവും. അതേപോലെ തന്നെ മുതിർന്ന ആളുകളുണ്ടാവും. അവരോടൊക്കെ എല്ലാ നിലക്കും പരിഗണനയോടുകൂടി സംസാരിക്കുന്നത് പ്രിയപ്പെട്ട മക്കളെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്നാണ്. ക്യാമ്പസുകളിലൊക്കെ ലക്ഷക്കണക്കിന് രൂപ പൊടിച്ചുകൊണ്ട് പ്രോഗ്രാമുകളും മറ്റും നടക്കുമ്പോൾ ഇത്തരം പണത്തിൻ്റെ വിഷയത്തിലും ദുർബലരായ ആളുകളെ ചേർത്തു നിർത്താൻ ക്യാമ്പസിനകത്ത് എന്തു ചെയ്യാൻ കഴിയുമെന്നത് പ്രിയപ്പെട്ട മക്കളെ നമുക്ക് തീരുമാനമെടുക്കാൻ കഴിയണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്: ഹൽ തുൻസറൂന വതുർസഖൂന ഇല്ല ബിദുഅഫാഇകും. നിങ്ങൾക്കിടയിലെ ദുർബലർ കാരണമല്ലാതെ നിങ്ങൾക്ക് അല്ലാഹുവിൻ്റെ സഹായമോ ഉപജീവനമോ ലഭിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമൂഹമെന്ന് പറഞ്ഞാൽ വ്യത്യസ്ത തരത്തിലുള്ള ആളുകൾ ഒത്തുചേർന്നിട്ടുള്ളവരാണ്. അവരെ ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അത് വിശുദ്ധ റമളാനിലും ബോധപൂർവം അത്തരം ആളുകളെ പരിഗണിക്കാൻ, സാമ്പത്തികമായി സഹായിക്കാൻ, മനസ്സുകൊണ്ട് സഹായിക്കാൻ, ചെറിയൊരു പുഞ്ചിരി കൊണ്ട് പോലും ചിലപ്പോൾ ചിലരെ സഹായിക്കാൻ കഴിയും. അതിനുപോലും പ്രതിഫലം നിശ്ചയിച്ചിട്ടുണ്ട് ഇസ്ലാം. ഈ രൂപത്തിൽ സമൂഹത്തിൽ ഒട്ടിനിന്നുകൊണ്ട് അവരെ എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത ഇസ്ലാമിക സംസ്കാരം നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് പ്രവേശിപ്പിക്കാൻ പ്രിയപ്പെട്ടവരെ സാധിക്കേണ്ടതുണ്ട്. അത്തരം ആളുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വ ആലിഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.